ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ മാർവൽ സിനിമയായ ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ്. മാർവലിലെ ഫസ്റ്റ് ഫാമിലി എന്നറിയപ്പെടുന്ന ഫാന്റാസ്റ്റിക് ഫോറിനെ ആദ്യമായി MCU ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കൂടെയാണത്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. MCU യൂണിവേഴ്സായ എർത്ത് 616 നിന്ന് മാറി എർത്ത് 828 കഥ നടക്കുന്നതും ആ യൂണിവേഴ്സിൽ ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് കാലഘട്ടത്തിൽ സൂപ്പർ ഹീറോസായി ഉള്ളത് ഫാന്റാസ്റ്റിക് ഫോർ മാത്രമാണ്. ഡിവോവർ ഓഫ് ദ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്ന ഗലാക്ടസ് ഭൂമി വിഴുങ്ങാൻ വരുന്നുണ്ട് എന്ന് സിൽവർ സർഫർ വന്ന് പറയുകയും അവർ എങ്ങനെ ഭൂമിയെ രക്ഷിക്കുമെന്നും ഗലാക്ടസ് എന്ന കോസ്മിക് ബീയിങ്ങിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയുമോ എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. മാർവലിലെ ആദ്യകാല സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൗ ഫാക്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കാണുന്ന ഒരു സ്പെക്ടക്കിളാണെന്ന് നമുക്ക് തോന്നുന്നൊരു ഫീൽ. അത് വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ റിക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞൊരു സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ്. എൻഡ് ഗെയിമിന് ശേഷം മാർവൽ ഫേസ് 4 അല്ലെങ്കിൽ ഫേസ് 5 ഒക്കെ ഈ സിനിമ വെച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇതൊരു ഗംഭീര തുടക്കമായിരുന്നേ. കാരണം ആ ബിഗ് സ്ക്രീനിൽ മിസ് ചെയ്ത MCU മാജിക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ സിനിമ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല, കുറച്ചധികം നെഗറ്റീവ്സും ഉണ്ട്. അതിലേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഫാന്റാസ്റ്റിക് ഫോർ ആരാണ്, ഗലാക്ടസ് ആരാണ്, സിൽവർ സർഫർ ആരാണെന്നൊക്കെ ഞാൻ ചെയ്ത വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ആരാ എന്താണെന്നൊക്കെ അറിയാവുന്ന ഒരാൾക്ക് അവരുടെ രണ്ടാമത്തെ കോമിക് എടുത്ത് വായിക്കുന്ന ഒരു ഫീലാണ്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡായി പോകുന്നൊരു സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്. ക്യാരക്ടേഴ്സിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നില്ലെങ്കിലും ആ ഒരു യൂണിവേഴ്സിൽ അവരുടെ ഇമ്പാക്റ്റ് നമുക്ക് ഈ ചെറിയ ടൈം കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നൊരു സ്പേസ് സീക്വൻസ് ഉണ്ട്. അതിൽ VFX ഒക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം ടെൻഷൻ ഫീൽ ചെയ്യുന്നൊരു സീക്വൻസ് ആയിരുന്നു. ഇൻഡർസ്റ്റെല്ലാറിലെ ഒരു സീനുമായിട്ട് അതിനൊരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഗലാക്ടസിൻ്റെ സ്കെയിൽ, പുള്ളിക്കാരനെ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഒരു ഭീകരത ശരിക്കും കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കൂടെ റാൽഫ് ഇന്നസെൻ്റിൻ്റെ ശബ്ദം കൂടെ ആകുമ്പോൾ തിയേറ്റർ ശരിക്കും കുലുങ്ങി എന്ന് തന്നെ പറയാം. ഫാന്റാസ്റ്റിക് ഫോർ ടീമിൻ്റെ കെമിസ്ട്രി ഇവിടെ എടുത്തു പറയണം. എസ്പെഷ്യലി ജോണി സ്റ്റോമും ബെന്നും തമ്മിലുള്ളത്. 4 പേരിലും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വൈസ് സ്കോപ്പുള്ള ക്യാരക്ടർ അത് വെനീസ ക്രിബി അഭിനയിക്കുന്ന സൂ സ്റ്റോമിനാണ്, എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ജോണി സ്റ്റോമായിട്ട് വന്ന ജോസഫ് ക്വിന്നിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഒരു കോമഡിക് റിലീഫ് മാത്രമല്ല, അത്യാവശ്യം സ്റ്റഫ് കഥയിൽ പുള്ളിക്ക് ചെയ്യാനുണ്ട്. സിൽവർ സർഫർ അല്ലെങ്കിൽ ഷാലബെല്ല എത്തിയ ജൂലിയ ഗാർണറിന് പെർഫോം ചെയ്യാൻ കുറച്ചേ ഉള്ളൂവെങ്കിലും നന്നായിട്ട് തൻ്റെ പാർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ഇമോഷണൽ സീക്വൻസിൽ. ഇതിലെ റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ലൊക്കേഷനും ആർട്ട് ഡയറക്ഷനൊക്കെ സൂപ്പറായിരുന്നു. സെറ്റിലെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തത് നല്ലതായിരുന്നു. വേറൊരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലാണ് കഥ നടക്കുന്നതെന്ന് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. വാണ്ടാ വിഷൻ ഡയറക്റ്റ് ചെയ്ത മാറ്റ് ഷാക്മൻ തന്നെയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അവിടെയും ഇവിടെയും ഒരുപോലെ ഈ റെട്രോ ലുക്കിന് പെർഫെക്ഷൻ കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ റെട്രോ ലുക്കിന് വേണ്ടി കൊണ്ടുവരുന്ന കളർ ഗ്രേഡിങ്ങും സിനിമാറ്റോഗ്രഫിയും കണ്ടുവന്നിരുന്ന MCU വൈബിൽ നിന്ന് മാറി ഒരു ഫ്രഷ് ഫീൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. ഞാൻ മുൻപേ പറഞ്ഞ പോലെ സിനിമ ഫാസ്റ്റ് പേസ്ഡ് ആണ്, പക്ഷേ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റിംഗ് റൂമിൽ കട്ട് ചെയ്ത് കളഞ്ഞ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് ഉറപ്പാണ്. ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ബേസിക് ഐഡിയ ഇല്ലാതെ കാണാൻ ഒരാൾ വന്നിരുന്നാൽ പൊട്ടൻ വെടിക്കെട്ട് കാണാൻ വന്ന പോലെ ആയിപ്പോവും. ഫസ്റ്റ് ഹാഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒരല്പം താഴെ പോകുന്നുണ്ട്. മാത്രമല്ല ഇതൊരു കോമിക് ബുക്ക് സിനിമയാണ് എന്ന ലോജിക് മാറ്റിവെച്ച് കാണണമെന്ന് വിചാരിച്ചാൽ പോലും ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ റെഡിയാക്കിയ പോലെ ഫീൽ ചെയ്യും. സൂപ്പർ ഹീറോ സിനിമകളിലെ ചില ടെക്സ്റ്റ് ബുക്ക് ക്ലീഷേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ക്യാരക്ടർ ക്ലൈമാക്സിൽ മരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ ക്യാരക്ടർ അവിടെ മരിച്ചിരുന്നെങ്കിൽ ഗംഭീര ഇമ്പാക്റ്റ് ഉണ്ടായേനെ. ബട്ട് ഡിസ്നിയാണ്, മാർവലാണ്, സോ പെട്ടെന്നൊന്നും തട്ടിക്കളയില്ല. തുടക്കത്തിൽ സെറ്റ് ചെയ്ത ഗലാക്ടസിൻ്റെ ആ ഒരു ഭീകരത പക്ഷേ ക്ലൈമാക്സിൽ നമുക്ക് അങ്ങോട്ട് പഞ്ച് കുറവായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ അവഞ്ചേഴ്സ് 1 ലെവൽ ഓഫ് ഡിസ്ട്രക്ഷൻ പോലെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. ഗലാക്ടസ് വളരെ സൂക്ഷിച്ച് തട്ടലും മുട്ടലും ഉണ്ടാവാതെ ആ സിറ്റിയിൽ നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലെ ഫൈറ്റ് എനിക്കൊരല്പം അണ്ടർവെൽമിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പോസ്റ്റ് ക്രെഡിറ്റ് സീനും എനിക്ക് അത്ര ഇമ്പാക്റ്റ് ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ അതിനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഇനി വരാനിരിക്കുന്ന ഡൂംസ്ഡേ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരല്പം ലെങ്ത്തുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അവർ കൊണ്ടുവരേണ്ടതായിരുന്നു. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഡൂമിനെ കാണിക്കാതെ കാണിക്കുന്ന ഒരു സീനിൽ. സോ ഓവറോൾ പറഞ്ഞാൽ നമുക്കറിയാവുന്ന മാർവലിൻ്റെ ഒരു ട്രൂ കംബാക്ക് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ്. ഫേസ് 6 ഒരു മികച്ച ഓപ്പണിംഗ് എന്നതിനോടൊപ്പം ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമ തന്നെയാണത്. ഡെഫിനറ്റ്ലി ഞാൻ അത് റെക്കമെൻഡ് ചെയ്യും. ഇതുവരെ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഫാന്റാസ്റ്റിക് ഫോർ സിനിമയും അത് ഇത് തന്നെയാണ്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.